Hi, hello and welcome back to our channel, my cooking stories. അപ്പോൾ ഇന്ന് നല്ലൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. തന്തൂരി ചിക്കൻ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഓവനോ ഗ്രില്ലോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു ചെറിയൊരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചിക്കൻ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പീസാണ്. അതുപോലെ നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ പോയ ചിക്കനാണിത്. ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് തൈരാണ്. 1/2 കപ്പ് തൈരാണ് ഇപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണിത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് പൊടികൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്കിത് കൂട്ടുക വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആവശ്യമുള്ള 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിന് കൂടെ നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഈ വരഞ്ഞു കൊടുത്ത അതിൻ്റെ ഇടയിലേക്കൊക്കെ നന്നായിട്ട് നമ്മൾ ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മസാലയൊക്കെ നല്ലോണം പിടിക്കും. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈയിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് കുക്കാവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചിക്കനിൽ ഇങ്ങനെ കുറച്ച് ബ്ലാക്ക് കളറിലുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ ചിക്കൻ എടുക്കേണ്ടത്. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ശരിക്കും ഒരു തന്തൂരി ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ട്രിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം ചാർക്കോൾ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കണം. എന്നിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാത്രത്തിൽ ഫുള്ള് ആ ഒരു സ്മോക്ക് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റാണ് ശരിക്കും ചിക്കൻ ആ ഒരു തന്തൂരി ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കാം.
അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൽ നല്ലൊരു മണമാണ്. ശരിക്കും നമ്മൾ ഈ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തന്തൂരിൻ്റെ ടേസ്റ്റും ആ ഒരു മണമാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ. അപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്